العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد. കഴിഞ്ഞ രണ്ട് ഹദീസ് അല്ല പറയാം. അപ്പൊ ഇത് വെറുതെ എഴുതിട്ട് പോകുന്നേള്ളൂ. രണ്ട് ഹദീസ് വെറുതെ ഇങ്ങനെ കേട്ട് പോയാലും കാര്യമില്ല. إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله وهجرته إلى الله ورسوله ومن كانت هجرته في الدنيا إلى دنيا يصيبها أو امرأته ينكحها فهجرته إلى ما هاجر إليه. رواه متفق عليه. أنا عبد الله بن عمر بن الخطاب رضي الله عنه قال صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم بني الإسلام على خمس: شهادة أن لا إله إلا الله وأن محمدا رسول الله، إقام الصلاة، إيتاء الزكاة، حج صوم رمضان. شهادتي أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان. ما شاء الله. رواه متفق عليه. എല്ലാരും പറയണം, ഇതാണ് ശരിയാവില്ല. 10 പ്രാവശ്യം എഴുതിയാൽ മതി. ഖുർആൻ കൂടി ഓരോ ഹദീസും 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എഴുതുക. ഒരു 5 ഹദീസായിട്ടാകുമ്പോൾ 5 കോടി ഒരുമിച്ച് തോൽപ്പിക്കുക. അടുത്ത ഹദീസ് എഴുതിക്കും. ഈ എഴുതുമ്പോൾ ഇതിന്റെ ഹർക്കത്തുകളും മറ്റും തെറ്റാതെ എഴുതണം. ഹർക്കത്ത് മനസ്സിലായോ? 10 عن أنس بن مالك عن أنس بن مالك رضي الله عنه قال: سئل النبي عن الكبائر صلى الله عليه وسلم
وقتل النفس وشهادة الزور متفق عليه. عن أنس بن مالك رضي الله عنه قال: سئل النبي صلى الله عليه وسلم عن الكبائر فقال: الإشراك بالله وعقوق الوالدين وقتل النفس وشهادة الزور. متفق عليه. നിഹാലത്തോടെ عن أنس بن مالك رضي الله عنه قال: سئل عن النبي صلى الله عليه وسلم عن الكبائر فقال: الإشراك بالله وحقوق الوالدين وقتل النفس وشهادة الزور. متفق عليه. عن أنس بن مالك അദ്ദേഹമാണ് ഈ ഹദീസിന്റെ റാവി. അനസ് ഇബ്നു മാലിക്, മാലിക്കിന്റെ മകനായ അനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി 10 കൊല്ലം നബിയുടെ കൂടെ ജീവിച്ച ആളാണ്. നിഴല് പോലെ എന്നൊക്കെ പറയുന്നത് എല്ലാ സമയത്തും കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ്സിലും കുടുംബത്തിലും സമ്പത്തിലും ബർക്കത്ത് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്തു. 100 കൊല്ലം ജീവിച്ചു, 100 വയസ്സ് വരെ. 100-ലധികം പേരക്കുട്ടികളുണ്ടായി. പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ മക്കളുടെ മയ്യത്ത് വരെ അദ്ദേഹം ഖബറടക്കിയിട്ടുണ്ട്. അത്ര നല്ല ആയുസ്സുണ്ടാവും പറഞ്ഞു. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യം വിളവെടുക്കണം. അത്ര നല്ല ബർക്കത്ത് ഉണ്ടാവുന്നുണ്ട്. നബിയുടെ ദുആന്റെ ബർക്കത്താണ്. അദ്ദേഹമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ. ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് ആരാണ്? മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും വന്നിട്ടുള്ള ഹദീസാണ്. ഖാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഇല എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരോ ഒരു സഹാബി ചോദിച്ച ആളെ അറിയാത്തത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ചോദിച്ച ആളെ അറിയുമായിരുന്നെങ്കിൽ ഇന്ന ആള് ചോദിച്ചു എന്നാണ് പറയുക. അപ്പൊ എവിടെങ്കിലും ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏതോ ഒരു സഹാബി നബിയോട് ചോദിച്ചു. സുഇല ചോദിക്കപ്പെട്ടു. ആര്? അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ നബിയോട് ആരോ ചോദിച്ചു, അനിൽ കബാഇരി, വൻ പാപങ്ങളെ സംബന്ധിച്ച്. കബാഇർ എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കബാഇർ പാപങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സഗായിർ, ചെറിയ പാപങ്ങൾ, അബദ്ധങ്ങൾ. ഈ ചെറുപാപങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മകളെ കൊണ്ട് മാപ്പാവും. നിസ്കാരത്തിന് വേണ്ടി നടന്നു വരിക, വുളൂ ചെയ്യുക, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം പള്ളിയിൽ ഇരിക്കുക, ഇതേപോലത്തെ കുറേ നന്മകളുണ്ട്. ആളുകളെ സഹായിക്കുക, വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. ഈ നന്മകളെ കൊണ്ട് ചെറിയ ചെറിയ പാവങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ പെണ്ണുങ്ങളെ കാണും, മ്യൂസിക് ചിലപ്പോൾ കേട്ടു പോകും, റീൽസ് ഉണ്ടാവും. ഇതെല്ലാം സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതൊക്കെ നന്മ വർദ്ധിപ്പിച്ചാൽ എന്താവും? മാപ്പായി. കബായിറുകൾ എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങളാണ്. തൗബയില്ലാതെ അതിന് മാപ്പില്ല. അതാണ് വ്യത്യാസം. നമ്മൾ കുറേ നന്മകൾ ചെയ്യുന്നുണ്ട്. ആ നന്മകളെ കൊണ്ടൊന്നും കബായിറുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് കിട്ടില്ല. അതിനത് തന്നെ ബാക്കിയുണ്ടാവും. കുറെ നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആപത്തിലെത്തുമ്പോൾ ഈ വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മാപ്പായിട്ടുണ്ടാവില്ല. അതൊക്കെ മാപ്പാകണമെങ്കിൽ തൗബ നിർബന്ധമായും ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ആ പാപത്തെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും. ആദ്യം ആ പാപം ഒഴിവാക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൗബ ചെയ്താൽ തൗബ എന്ന് പറയില്ല. ആദ്യം അതിനെ ഒഴിവാക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഇനി ഒരിക്കലും ചെയ്യൂല എന്നുള്ള ഒരു ഉറപ്പുണ്ടാവണം. എന്നിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. അതാണ് തൗബ. തൗബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? റുജൂഅ, മടങ്ങുക, റിട്ടേൺ. അതായത് ഇനി ഞാൻ എന്ത് ചെയ്യില്ല, ആ പാപം ചെയ്യില്ല, ചെയ്തു പോയി. തൗബ സ്വീകരിക്കുന്നതിനും അറബിയിൽ പറയുക താബാനാണ്, തോബാനാണ്. അതിന്റെ അർത്ഥവും മടങ്ങിയതാണ്. അതായത് ഈ വൻപാപം ചെയ്ത കാരണത്താൽ ഈ അടിമയ്ക്ക് ശിക്ഷ അള്ളാഹു തീരുമാനിച്ചതാണ്. പക്ഷെ തൗബ ചെയ്തപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ശിക്ഷയിൽ നിന്നും മടങ്ങി. മനസ്സിലായോ? അടിമ തെറ്റിൽ നിന്നും മടങ്ങി. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? ശിക്ഷിക്കുന്നതിൽ നിന്നും മടങ്ങി. അതാണ് തൗബയുടെ അർത്ഥം. അപ്പൊ ഈ കബായിറുകൾ തൗബ ചെയ്താലേ മാപ്പായിട്ട് കിട്ടുള്ളൂ. തൗബ എപ്പോ ചെയ്യണം? എത്രയും പെട്ടെന്ന് തൗബ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന്. കാരണം നാളെ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും. പക്ഷെ മലക്കുൽ മൗത്ത് വന്നാൽ സംഭവം ചാൻസ് നഷ്ടപ്പെടും. പിന്നെ അവസരമില്ല. കാരണം സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളോടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? തൗബ ചെയ്യാൻ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹൻ. വെറും ഒരു തമാശകളുടെ തൗബയായിക്കൂടാ. എങ്ങനെ? വെറുതെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ആ തെറ്റിലേക്ക് പിന്നെയും പോയി, പിന്നെ തന്നെ ചെയ്തുകൊടുക്കുക. ആ തെറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖം കണ്ടെത്തുക, അത് പറ്റില്ല. അത് നസൂഹായ തൗബ അല്ല. ശരിക്കും തൗബ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഖേദം, സങ്കടം. സങ്കടം എന്ന് പറഞ്ഞാൽ ടെൻഷൻ, ഈ ചെയ്തു പോയതിന്റെ പേരിലുള്ള കുറ്റബോധം, അത് വന്ന അതിന്റെ പേരാണ് തൗബ. അതില്ലാതെ 1000 പ്രാവശ്യം നീ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാലും തൗബയാവില്ല. കാരണം ശരിക്കും നമ്മളത് തെറ്റ് ചെയ്തു പോയതിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അതിൽ ആത്മാർത്ഥത വരണമെങ്കിൽ ആ തെറ്റിന്റെ പേരിൽ നമുക്ക് എന്തുണ്ടാവണം? ഈ പറഞ്ഞ കുറ്റബോധം ഉണ്ടാവണം മനസ്സിൽ. അത്തൗബത്തു അന്നദം. വിശ്വാസത്തിന് പറഞ്ഞു തൗബ എന്ന് പറഞ്ഞാൽ നദമാണ്, സങ്കടം, ചെയ്തു പോയല്ലോ. അപ്പൊ അതില്ലാതെ കബായിറുകൾക്ക് എന്തില്ല? മാപ്പില്ല. അതാണ് ചെറിയ പാപങ്ങളും വൻപാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ സഹാബി ചോദിക്കുന്നത് വൻപാപങ്ങളെ സംബന്ധിച്ചാണ്. എന്തിനാ അവരങ്ങനെ ചോദിക്കുന്നത്? അത് ചെയ്യാതിരിക്കാൻ, അത് വന്നു പോവാതിരിക്കാൻ, ശ്രദ്ധ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റി ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അത് അറിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ജീവിതത്തിൽ ഒരിക്കലും അതിലൊന്നും പെട്ടുപോവാതെ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ
സുഇല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു അനിൽ കബാഇരി, വൻ പാപങ്ങളെ കുറിച്ച്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹി, ഒന്നാമത്തെ വൻപാവങ്ങളിൽ ഒന്ന്. രാത്രി എത്ര മണിക്കാ പറഞ്ഞില്ലേ? രാത്രി എത്ര മണിക്കാ പറഞ്ഞു? അവരെന്താ പണി? 8:30 നിസ്കാരം കഴിഞ്ഞ് പോയില്ലേ? പിന്നെന്താ പരിപാടി? എന്നാലും കൂട്ടിക്കോ, 10:00 പോലും എന്ത് ചെയ്യാ? ഭയങ്കര രാഷ്ട്രാക്ക രാത്രി വേഗം ഉറങ്ങണം, അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടും. അൽ ഇശ്റാഖു ബില്ലാഹി, വൻപാപങ്ങളിൽ ഒന്ന് അല്ലാഹുവിനോട്. ശിർക്ക് എന്ന വാക്കിന്റെ നിർവചനം, താരീഫ്, ഡെഫിനിഷൻ എന്താ? തസ്വിയത്തു ഗൈറല്ലാഹി ബില്ലാഹി, അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിനോട് സമമാക്കണം, അല്ലാഹുവിനെ പോലെ ആക്കണം. ഉദാഹരണം പറയാം. സാധാരണ ആൾക്കാർ ചെയ്യുന്ന ശിർക്കാണ് മരിച്ച ആൾക്കാരുടെ ദുആ ചെയ്യുന്നത്. മരിച്ച ആള് മരിക്കലോട് കൂടി ഈ ദുനിയാവിൽ നിന്ന് പോയി, പിന്നെ അവർ ദുനിയാവ് കേൾക്കൂല. പിന്നെ അവർ കേൾക്കണമെങ്കിൽ അവരുടെ കേൾവിക്ക് എന്തെങ്കിലും പ്രത്യേകത വേണം, പരിധിയില്ലാതെ കേൾക്കുന്നവരാവണം, എന്നാലേ കേൾക്കുള്ളൂ. അങ്ങനെ പരിധിയില്ലാതെ കേൾക്കുന്നത് ആരുടെ സ്വഭാവം? അല്ലാഹുവിന്റെ സിഫത്താണ്. അപ്പൊ മയ്യത്തിനെ അങ്ങനെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്താക്കി? തസ്വിയത്ത് ചെയ്തു, ഈ മയ്യത്തിനെയും അല്ലാഹുവിനെ പോലെ ആക്കി, സമമാക്കി കേൾവിയുടെ കാര്യത്തിൽ. അതിന്റെ പേരാണ് ഇഷ്ടം. അള്ളാഹു അല്ലാത്തതിനെ അള്ളാഹുവിനോട് സമമാക്കുക, തുല്യനാക്കുക, ഒരുപോലെയാക്കുക. അതാണ് ഇഷ്ടം. അതാണ് ദുനിയാവിൽ അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്ന ഒരടിമ ചെയ്യുന്ന പാപം. അതുകൊണ്ടാണ് വൻപാപങ്ങൾ ഏതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് പറഞ്ഞു? അൽ ഇശ്റാഖു ബില്ലാഹ്, ശിർക്ക് ചെയ്യുക. റുബൂബിയ്യത്തിലും ശിർക്ക് പറ്റൂല, ഉലൂഹിയത്തിലും പറ്റൂല, അസ്മാ വ സിഫാത്തിലും പറ്റൂല. റുബൂബിയ്യത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരു ഖാലിഖോ അല്ലെങ്കിൽ മാലിക്കോ മുദബ്ബിറോ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ്. അല്ലാത്ത ഒരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തെ ഉടമസ്ഥപ്പെടുത്തുന്ന ഒരു അവകാശമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മഴ വർഷിപ്പിക്കാനും ആകാശങ്ങളെ നോക്കാനും സൂര്യൻ ഉദിപ്പിക്കാനും കാറ്റടിപ്പിക്കാനും മരങ്ങളെ മുളപ്പിക്കാനും ഒക്കെ വേറെ ആളുണ്ട്. ഇത് വിശ്വസിച്ചാൽ മുശ്രിക്കായി, ശിർക്കായി. ഉലൂഹിയത്തിലുള്ള ശിർക്ക് എന്താണ്? ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക. ഇബാദത്ത് ദുആ, നേർച്ച, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നതാണ് ഉലൂഹിയത്തിലുള്ള ശിർക്ക്. അസ്മാഉ വ സിഫാത്തിലോ അള്ളാഹിന്റെ പേരുകളും വിശേഷണങ്ങളും, അള്ളാഹ് കേൾക്കും പോലെ ഇവരും കേൾക്കും, അള്ളാഹു കാണും പോലെ അവരും കാണും, അള്ളാഹു അറിയും പോലെ അവരും അറിയും. ഇതൊക്കെ വിശ്വസിച്ചാൽ അത് ശിർക്കായി. അപ്പൊ കബായിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ള പാപം അൽ ഇശ്റാഖു ബില്ലാഹ്, ശിർക്ക് വന്നു പോകരുത്. ശിർക്ക് വന്നാൽ ബാക്കി എന്ത് നന്മകളുണ്ടെങ്കിലും എല്ലാം പോയി. നല്ല മനുഷ്യനായിരിക്കും, ചിലപ്പോ നല്ല സ്വഭാവം, നല്ല ധർമ്മിഷ്ഠനാണ്, ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും, ആളുകൾക്കൊക്കെ നല്ല സഹായം ചെയ്യും. പക്ഷെ അയാളിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് എന്തായി? ഇപ്പുറത്തെ പറഞ്ഞ മുഴുവൻ നന്മകളും പാപിലായി, ഒരു ഉപകാരവും ഇല്ലാണ്ടായി. മാത്രമല്ല അയാള് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്, നടക്കുകയില്ല. പക്ഷെ ഒരുത്തൻ മുവഹിദാണ്, പക്ഷെ കള്ളുടി.
നല്ല മുബഹിദാണ്, ശിർക്ക് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. പക്ഷേ മറ്റെന്തെങ്കിലും തെറ്റുകൾ ചെയ്യും. ഇവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഓന്റെ തൗഹീദിനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു മാപ്പ് കൊടുത്തിട്ട് സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നരകത്തിലിട്ട് ശിക്ഷിച്ചാലും കുറച്ച് കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് ഓനെ കൊണ്ടുപോകും. പക്ഷെ തൗഹീദ് ഇല്ലാത്തവനോ ആ പ്രതീക്ഷയേ ഇല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ തെറ്റായിട്ട് പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, ശിർക്ക് ചെയ്യും. രണ്ടാമത്തേതോ ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ ഹുഖൂഖിന്റെ നേരെ ഓപ്പോസിറ്റ് വേണം. ഹഖ് എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ, കടപ്പാടുകൾ, ഉപ്പാനോടും ഉമ്മാനോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കുക. ഹഖ് എന്ന് പറഞ്ഞാലും ആ ബാധ്യതകളെ പൂർത്തിയാക്കാതിരിക്കുക, കുരുത്തക്കേട് കാണിക്കുക. അപ്പൊ അൽവാലിദ് എന്ന് പറഞ്ഞ മാതാപിതാക്കൾ ഉപ്പാനോടും ഉമ്മാനോടും കുരുത്തക്കേട് കാണിക്കുക. ഇതാണ് ഹുഖൂഖുൽ വാലിദൈൻ. വൻ പാപങ്ങളിൽപ്പെട്ടതാണ്, ചെറിയ തെറ്റല്ല. നിസ്കരിച്ചാലും നോമ്പെടുത്താലൊന്നും ആ തെറ്റെന്തില്ല, മാപ്പ് കിട്ടൂല. തൗബ ചെയ്താൽ മാത്രമേ അള്ളാഹു മാപ്പാക്കി തരൂ. എന്താണ് ഹുഖൂഖ് കൊണ്ടുള്ള ഉദ്ദേശം? അൽ ഈദാഉ, പ്രയാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ കഷ്ടം ഉണ്ടാക്കുക. ആർക്ക്? ഉപ്പാക്കുമ്മാക്കും. ബിൽ അഖ്വാലി വൽ അഫ്ആലി വൽ അഖ്ലാഖി, വാക്കുകളെ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നമ്മളെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ ഉപ്പാക്കും ഉമ്മാക്കും പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മളെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ അത് വൻ പാപമാണ്. മനസ്സിലായോ? നമുക്ക് അവരോട് വർത്താനം പറയുന്നതിന് വരെ ഒരു മര്യാദയുണ്ട്. അവരോടുമാരോട് അവരെക്കാളും പിന്നെ സൗണ്ടിൽ സംസാരിക്കാൻ പാടില്ല, അവർക്ക് മുമ്പ് സംസാരിക്കാൻ പാടില്ല, അവരോട് ദേഷ്യം പിടിക്കാൻ പാടില്ല, അനുസരണക്കേട് പാടില്ല, ഇല്ലാന്ന് പറയാൻ പാടില്ല, ചേര് വരെ പറയാൻ പാടില്ല. പറഞ്ഞത് ദേഷ്യം പിടിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ദേഷ്യം പിടിച്ച മുഖത്തോടു കൂടി അവരെ നോക്കാൻ പാടില്ല. തന്നെ ഖുർആൻ പറഞ്ഞതാണ്. വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭയങ്കര കടുപ്പത്തിലാണ് ഉപ്പാനും ഉമ്മാനെ പറഞ്ഞത്. ഒരാൾ ഈ പറഞ്ഞ പോലെ മുവഹിദാണ്, ബാക്കി എല്ലാ നല്ല സ്വഭാവം, ശിർക്കില്ല, വിദഅത്തില്ല. അതേസമയത്ത് എന്താണോ ഒരു മുമ്പിൽ ഉണ്ടാവേണ്ട നല്ല സ്വഭാവങ്ങൾ അതെല്ലാം ഉണ്ട്. പക്ഷെ ഉപ്പാനോട് നല്ല നിലത്തില്ല. ഈ നന്മകളൊന്നും അല്ലാഹു കബൂൽ ചെയ്യില്ല, ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലെങ്കിൽ ഉമ്മാന അനുസരണക്കേടാണ്, ഉപ്പാനേക്കാളും അധികം ഉമ്മാനോടാണ്, ഒന്നും അല്ലാഹു കബൂലാക്കൂല. അവിടല്ലേ വിശ്വാസം പറഞ്ഞില്ലേ, ഉപ്പയും ഉമ്മയും തൃപ്തരാണെങ്കിൽ അള്ളാഹുവും ഓക്കെ. അവരൊക്കെ ഉണ്ടെങ്കിലോ അള്ളാഹു ഒരിക്കലും ഓക്കെ ഇല്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ ഭാഗത്ത് നിന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്നുണ്ടായാലോ കണ്ണടക്കണം, ചെയ്തു കൊത്തണം, ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും എതിരായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് തടയാം, അനുസരിക്കൂല എന്ന് പറയാം. പക്ഷെ അള്ളാഹുവിനും പിന്നെ അള്ളാഹുവിന്റെ റസൂലിനും എതിരാവാത്തിടത്തോളം കാര്യം അവരെ അനുസരിച്ചേ പറ്റൂ. ഏത് വിഷയം? ഒരു സഹാബി വന്നിട്ട് പറഞ്ഞില്ലേ, എന്റെ ഉപ്പാക്ക് എന്റെ പണത്തിനോട് കൊതിയുണ്ട്, ഞാൻ സമ്പാദിക്കുന്ന പണം എന്റെ ഉപ്പയാ ചെലവാക്കുന്നത്. റസൂൽ പറഞ്ഞ വാക്കെന്താണ്? നീയും നിന്റെ പണവും പാട്ടുള്ളതാണ് എന്റെ ഉപ്പാക്ക്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, എന്ത് പറഞ്ഞാലും അനുസരിക്കണം. ഉമ്മാനെ കൊണ്ടൊന്നും 2 പ്രാവശ്യം ഒരു കാര്യം പറയിപ്പിക്കാൻ പാടില്ല ഒരിക്കലും. ബാപ്പാക്ക് ഇവൻ വളർന്ന് വലുതായി, മീശയും താടിയെല്ലാം വന്ന് കുറച്ച് പൈസ കിട്ടാൻ തുടങ്ങുമ്പോ ഇപ്പൊ എന്റെ ആവശ്യമില്ല, ഇപ്പൊ എന്നോട് വിളിക്കുന്നില്ല, എന്നോടൊന്നും ചോദിക്കുന്നില്ല, എന്നോടൊന്നും അഭിപ്രായം പറയുന്നില്ല, ഞാനില്ലെങ്കിലും ജീവിക്കുന്നുള്ളൊരു ഇതായിപ്പോയി, ഈ തോന്നിച്ചൊന്നും ഉപ്പാക്ക് വരാൻ പാടില്ല. നമ്മളെ സ്വഭാവത്തിനോ നമ്മളെ വർത്തമാനത്തിനോ അങ്ങനെ ഒന്നുമില്ല. അവരുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവര് നമ്മളുടെ ഈ കാര്യങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ട് ഒരു തുള്ളി കണ്ണീര് കൊണ്ട് പോലും കരയുന്ന അവസ്ഥ ഉണ്ടാവരുത്. ജീവിതം നശിച്ചു പോകും, ഉറപ്പാണ്, സംശയമില്ല. ദുനിയാവുമ്പോ ആഹ്റവും അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, ഉപ്പാനും നോക്കാണ്ട് ജീവിക്കാണ്, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. പക്ഷെ ഒരു ദിവസം വരാനുണ്ട്,
ആ ദിവസം അവർക്കതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചേ പറ്റും. ഭയങ്കര ഡേഞ്ചർ. ജുറൈജിന്റെ സംഭവം ഇല്ലേ, ബനൂ ഇസ്രായേൽ ജുറൈജിനെ ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ജുറൈജ് എന്ത് ചെയ്യാം? നിസ്കരിക്കുന്നത് കൊണ്ടാണ് ഉമ്മാന്റെ വിളി കേൾക്കാതിരുന്നത്, വേറെന്തെങ്കിലും ചെയ്തിട്ടല്ല. എന്നിട്ടും ഉമ്മാക്ക് ദേഷ്യം പിടിച്ചു. ഉമ്മ ദുആ ചെയ്തു, ജുറൈജിനെതിരെ ദുആ ചെയ്തു. അത് അതേപോലെ പഠിച്ചു. നമ്മളെന്താ പറയാ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു വർക്കിലായിരുന്നു, വേറെ കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് ജുറൈജ് നിസ്കാരത്തിലായിരുന്നു. നിസ്കാരം ഏറ്റവും വലിയ അമലല്ല. നിസ്കാരത്തിലുള്ള ജുറൈജ് ഉമ്മാന്റെ വിളി കേൾക്കാത്തതിന്റെ പേരിൽ ആ ഉമ്മാന്റെ ദുആ ജുറൈജിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിലാണെങ്കിലും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വൻപാവങ്ങൾ ഏതെന്ന് ചോദിച്ചപ്പോൾ അതിലൊന്നും തേണ്ടിയത് റഖൂഖുൽവാലിദൈൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുക, അവരെ പ്രയാസപ്പെടുത്തുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, അതുണ്ടായിക്കൂടാ ഒരു കാരണവശാലും. അവരുടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദുആ കിട്ടുന്ന തരത്തിൽ അവരോട് പെരുമാറണം. ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും ബദ്ദുആ ചെയ്തു പോകുന്ന തരത്തിൽ ആയിക്കൂടാ. കാരണം എന്താ അറിയോ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന എന്ത് ദുആയും സ്വീകരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. നമ്മളുടെ നന്മകളെ കൊണ്ടും നമ്മുടെ സൽസ്വഭാവം കൊണ്ടും അവർ സന്തോഷിക്കണം. നമ്മളെ കൊണ്ട് അവർ അഭിമാനിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. നമ്മളിത് മനസ്സിലാകുന്നുണ്ട്. ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയുന്നത് കേട്ടിട്ടും നമ്മളെ നല്ലത് കണ്ടിട്ടും അവര് അഭിമാനിക്കണം. നമ്മുടെ നല്ല കണ്ട ചോദിക്കണം, ഇതാരും മോനാണ് പറയുന്നത്, ഇത്ര നല്ല മോൻ, ഇതാർക്ക് ഇഷ്ടത്താണ്, നമ്മളെ വളർത്തിയ ഉപ്പാക്ക് ഇഷ്ടത്താണ്, അങ്ങനെ അവിടെ ജീവിക്കാം. അല്ലെങ്കിൽ ഗതാഗതപ്പെട്ടതാണ്. അതേപോലെ എന്താണ് കൊലപാതകം, ആളുകളെ കൊല്ല, സ്വന്തം കൊല്ലലും കൊല്ലും, മറ്റുള്ളവരെ കൊല്ലലും അതിലും കൊല്ലും. കാരണം ജീവൻ നൽകിയവര് മാത്രമേ ജീവൻ എടുക്കാനുള്ള അവകാശം ഉള്ളൂ, മനുഷ്യന്മാരുടെ കൈവരിൽ അവകാശമില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കൊന്നുകളഞ്ഞാൽ, കൊല്ലാനുള്ള ചില കാര്യങ്ങൾ ദീനിലുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കൊല്ലാം, അത് നിയമമുണ്ട്. എന്നാലോ അല്ലാതെ കൊലപാതകം ചെയ്യാൻ അവകാശം. ആരെങ്കിലും കൊന്നാൽ അല്ലാഹു പറഞ്ഞു അവൻ നരകത്തിലാണ്, നരകത്തിൽ കാലാകാലം ശിക്ഷിക്കപ്പെടുന്നവനാണ്. ഭയങ്കര ഡേഞ്ചറാണ് കൊലപാതകം. അതും കബായിറിൽ പെട്ടതാണ്. ഖത്ലുൻ നഫ്സ് വശഹാദത്തു സൂർ. എന്താ ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ? കള്ളസത്യം. കള്ളസത്യം ചെയ്യാം, അല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയും. അതായത് ഇവർ ഇന്നൊരു തെറ്റ് ചെയ്തു, അപ്പം അതിന് സാക്ഷിയില്ല, നമ്മൾ കണ്ടിട്ടൊന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്തു, ഓരോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കോടതിയിലൊക്കെ. കോടതിയിൽ ഇസ്ലാമിക കോടതിയാണെങ്കിലും നമ്മുടെ ദുനിയാവിന്റെ കോടതിയാണെങ്കിലും അവിടെ ഒരു വിധി പറയാൻ ജഡ്ജി നോക്കുന്നത് എന്തായിരിക്കും? തെളിവായിരിക്കും. തെളിവ്, സാക്ഷികൾ, അതല്ലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയുകയില്ല. വിശ്വാസാശ്രമങ്ങളും അങ്ങനെ തന്നെ. രണ്ടാളുകളും ഒരു പരാതിക്കാരനുണ്ട്, ഒരു വാദിയുണ്ട്, വാദിയും പ്രതിയും. അപ്പൊ ഈ രണ്ടുപേരും പറയുന്നത് റസൂലുള്ളാഹി നിങ്ങൾ കേൾക്കും. അവരുടെ പറച്ചിലിൽ നബിക്ക് എന്താണോ സത്യമായി തോന്നിയത് അത് വിധിക്കും. നബിക്ക് ഉള്ളറിയില്ലല്ലോ, ആൾക്കാരുടെ ഉള്ളറിയാൻ റസൂലുള്ളാഹിക്ക് കഴിയൂല. അത് സംഭവിച്ചതാണോ, കളവാണോ, സത്യമാണോ, ഇതൊന്നും റസൂലുള്ളാഹിക്ക് അറിയൂല. ഇപ്പൊ സാക്ഷികൾ വന്നിട്ട് എന്ത് ചെയ്യും? ആ സാക്ഷിയോട് ചെയ്യും, അത് നീ കണ്ടോ, അല്ലെങ്കിൽ നീ കേട്ടോ, നീ അറിഞ്ഞോ, അയാൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് വിധി പറയും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരിക്കലും കള്ളസാക്ഷ്യം പറയരുത്. അത് വൻപാപങ്ങളിൽപ്പെട്ടു. കാരണം എന്താ അറിയോ, നമ്മൾ പറയുന്ന ആ സാക്ഷ്യം സ്വീകരിച്ചതിന്റെ പേരിലായിരിക്കും ഒരു നിയമം വരിക, ഒരു വിധി ജഡ്ജി പറയുക. അത് ചിലപ്പോ നിരപരാധി ബുദ്ധിമുട്ടാനുള്ള കാരണമായിരിക്കും. നമ്മൾ ആ പറഞ്ഞതിന്റെ പേരിലായിരിക്കും തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുക. നമുക്കൊരവസ്ഥ ഉണ്ടായിക്കൂടാ.
അതാണ് ഷഹാദത്തു സൂർ. എന്താ പറഞ്ഞത്? ഷഹാദത്തു സൂർ ഒരിക്കലും പറയില്ല. പിന്നെ വേറൊരു ഇതുണ്ട്, കള്ളസത്യം പറയുക. അതായത് കച്ചവടക്കാരൊക്കെ പറയുന്ന പോലെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് കളവ് പറഞ്ഞിട്ട് ക്വാളിറ്റി ഉണ്ടതാണ് ഇതാണെന്ന് പറഞ്ഞു വിൽക്കുക. ഇതൊന്നും ഒരു സത്യവിശ്വാസിക്ക് ചേർന്ന പരിപാടി അല്ല. അതുകൊണ്ട് കബായിലുകളായി പറയപ്പെട്ട വൻ പാപമായി തൗബ ചെയ്യാതെ പാപില്ല. ഇനി ഈ തെറ്റൊക്കെ ഒരാൾ ചെയ്തു വെച്ചോ, ശിർക്ക് ചെയ്തു, മാതാപിതാക്കളോട് വൃത്തക്കേട് കാണിച്ചു, അതേപോലെ കൊലപാതകം നടത്തി, ഈ കള്ളസാക്ഷ്യം പറഞ്ഞു, ഇതൊക്കെ ചെയ്തു. പക്ഷേ അയാൾ തൗബ ചെയ്താൽ ഇല്ല, മാഫ്. തൗബ കൊണ്ട് മാഫ് ചെയ്യപ്പെടുന്ന തെറ്റുകളാണ് കബായിർ. മനസ്സിലായല്ലോ? ഹദീസ് കാണാൻ പഠിക്കണം. عن أنس بن مالك رضي الله عنه قال سئل النبي صلى الله عليه وسلم عن الكبائر فقال الإشراك بالله وعقوق الوالدين وقتل النفس وشهادة الزور. متفق